ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ് ആൻഡ് MMS. സോ മാറ്റിന്റെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ മാറ്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെ രണ്ടാക്കി തിരിക്കാൻ പറ്റും. അതിലൊന്നാണ് വെർബൽ റീസണിംഗ്, രണ്ടാമത്തേതാണ് നോൺ വെർബൽ റീസണിംഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ ബേസ് ചെയ്ത് വരുന്ന കൈൻഡ് ഓഫ് മാറ്റ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് നോൺ വെർബൽ റീസണിംഗിന്റെ അണ്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, പെടുത്താൻ വേണ്ടി പറ്റും. ഇതിൽ തന്നെ പല ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് സീരീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പിക്ചർ ബേസിൽ. അതുപോലെ തന്നെ അനാലജി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓഡ് വൺ ഔട്ട്, അതായത് കൂട്ടത്തിൽ ചേരാത്ത ഒരു ടേമിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പിക്ചറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എംബഡഡ് ഫിഗർ എന്ന് പറയും. എംബഡഡ് നിങ്ങളുടെ NMSൽ ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യനിൽ ഒരു പിക്ചർ തരും, എന്നിട്ട് അതേ സംഭവം ഓപ്ഷനിലുള്ളത് ഏത് ചിത്രത്തിലാണോ അത് ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ അതേത് ചിത്രത്തിലാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിൽ എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള റീസണിംഗ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് നോൺ വെർബൽ റീസണിംഗിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ അതിൽ ടൈപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ അനാലജി ഉണ്ട്, ഓഡ് വൺ ഔട്ട് അതായത് കൂട്ടത്തിൽ ചേരാത്തതിന് കണ്ടെത്തലുണ്ട്, അതുപോലെ തന്നെ എംബഡഡ് ഫിഗർ എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പും ഉണ്ട്. അപ്പോൾ ഓരോന്നിന്റെയും കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ അതായത് മുൻ വർഷങ്ങളിൽ NMSന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റത്തേതാണ് സീരീസ്. അപ്പൊ എന്താണ് സീരീസ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതല്ലേ. ഒന്നിന് പിറകെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് എന്ത് ചെയ്യാണ്, ഓരോ പിക്ചേഴ്സ് വരാണ്. അതാണ് സീരീസ് ആയിട്ട് നമുക്ക് വരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇവിടെ ചോദിക്കുന്നുണ്ടായിരിക്കുക ഒരു 3 പിക്ചർ അല്ലെങ്കിൽ 4 പിക്ചർ ഒക്കെ തരും. അതിന്റെ നെക്സ്റ്റ് പിക്ചർ നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം നമുക്കൊന്ന് നോക്കി നോക്കാം. പ്രോബ്ലം ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആൻസർ ഫിഗർ കൊടുത്തിട്ടുണ്ട്. പ്രോബ്ലം ഫിഗർ നോക്കാം. 1, 2, 3 ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ ഓരോ എലമെന്റ്സ് നോക്കാം. അപ്പൊ ഈ ഒരു ആരോ മാർക്ക് നമുക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കാം. ആദ്യം മുകളിലോട്ട് പോയി, പിന്നെ താഴേക്ക് വന്നു, അപ്പൊ വീണ്ടും മുകളിലോട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിൽ എന്തായിരിക്കും, താഴേക്ക് പോകുന്നതായിരിക്കും നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ മാത്രമാണ് മുകളിലേക്കുള്ളത്. ദാറ്റ് മീൻസ് ആ ഒരു ആൻസർ നമ്മളെ ഓപ്ഷൻ ആവില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ എന്താ, ഇവിടെ ആരോ മാർക്ക് പോകുന്നത് എങ്ങോട്ടാണ്, ആരോ മാർക്ക് പോകുന്നത് മുകളിലോട്ടാണ്. സോ ഈ ഒരു ആൻസർ അല്ലാന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ബാക്കിയുള്ളത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ 1, ഓപ്ഷൻ 2, അതുപോലെ തന്നെ ഓപ്ഷൻ 4. അപ്പോൾ ഇനി ബാക്കിയുള്ള എലിമെന്റ്സ് നോക്കാം. ഇവിടെ ഈ ഒരു 2 ഡോട്ട്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യം ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്, പിന്നെ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബാക്കിയുള്ള 2 സ്പേസിലോട്ട് വന്നു. ഇനി മൂന്നാമത്തിലോട്ട് വരുമ്പോൾ വീണ്ടും ഫസ്റ്റിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഈ സെക്കൻഡിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ രൂപത്തിലായിരിക്കും വരുന്നുണ്ടാവുക. ആ രൂപത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ 4 ആണ് നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 4 ആണ് നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഇതും ഒരു സീരീസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രോബ്ലം ഫിഗർ നോക്കുന്ന സമയത്ത് 4 ഫിഗേഴ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ABCD. അങ്ങനെയാണെങ്കിൽ ഓരോ ഫിഗറിൽ നിന്ന് അതിന്റെ അടുത്തൊരു ഫിഗറിലോട്ട് പോകുമ്പോൾ എന്ത് ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം ഇവിടെ 2 ലൈനാണ് ഉണ്ടായിരുന്നത്. ആ 2 ലൈനിൽ നിന്ന് വീണ്ടും 2 ലൈൻ കൂടി എന്തായി, 4 ലൈനായി. ആ 4 ലൈനിൽ നിന്ന് പിന്നെ 1 ലൈനാണ് കൂടുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇവിടെ 2 ലൈനിൽ നിന്ന് 2 ലൈൻ കൂടിയപ്പോൾ 4 ലൈനായി. ഈ 4 ലൈനിൽ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് 1 ലൈനാണ് കൂടുന്നത്. ഓക്കെ, പിന്നെ ഈ 1 ലൈനിൽ നിന്ന് പിന്നെ എത്ര ലൈൻ കൂടുന്നുണ്ട്, ഇപ്പൊ ഇവിടെ വരെയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഈ ലൈനും 2 ലൈനും പിന്നെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് കൂടാണ്. വീണ്ടും 2 ലൈൻ കൂടാണ്. അപ്പൊ ആദ്യം 2 ലൈൻ കൂടി, പിന്നെ 1 ലൈൻ കൂടി, വീണ്ടും 2 ലൈൻ കൂടി. അപ്പൊ അടുത്ത് എന്ത് ചെയ്യും, 1 ലൈൻ കൂടും. അപ്പൊ ആ 1 ലൈൻ എവിടെ ആയിരിക്കും വരിക, ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യും, ആ ഒരു പിക്ചർ ജസ്റ്റ് കംപ്ലീറ്റ് ആയി. അതായത് ഓപ്ഷൻ 5 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഓപ്ഷൻ 5 ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കാം. പ്രോബ്ലം ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ 3 ഫിഗർ ആണ് പ്രോബ്ലം ഫിഗറിലുള്ളത്, AB അതുപോലെ തന്നെ C. അപ്പൊ ആദ്യം തന്നെ മുകളിലുള്ള എലമെന്റ് നോക്കാം. ഇവിടെ 5 ഡോട്ടാണ് നമുക്ക് വരുന്നത്. അടുത്തത് 4 ഡോട്ടാണ്, അടുത്തത് 3 ഡോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് 2 ഡോട്ട് ഉള്ളതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ദാറ്റ് മീൻസ് ഡയറക്ട്ലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും 3. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്നെ ബാക്കിയുള്ള റീസണിംഗ് ഒക്കെ നോക്കി കൂടുതൽ സമയം കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട, അവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ കുറെ ആരോ മാർക്സും അതുപോലെ തന്നെ ഡോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഒരു ഡോട്ട് ഉണ്ട്, പിന്നെ ഒരു ആരോ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വരാന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പിക്ചറിൽ നിന്ന്, അതായത് A എന്ന് പറയുന്ന പിക്ചറിൽ നിന്ന് B എന്ന് പറയുന്ന പ്രോബ്ലം ഫിഗറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട്, പിന്നെ ഒരു ആരോ, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്,
അവിടെ ആ ഒരു ആരോയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വരുന്നുണ്ട്. ഒരു ഡോട്ടും അതുപോലെ തന്നെ ഒരു ലൈന് പിന്നെ ഒരു ആരോ, അങ്ങനെ എന്താണ് 3 എലമെന്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ബിയിലോട്ട് പോകുന്ന സമയത്ത് ആ ഡോട്ട് ഇവിടെ മിസ്സായി. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ഡോട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഡോട്ട് എന്ത് ചെയ്തു, ഇവിടേക്ക് എത്തുമ്പോൾ കാണാനില്ല. അപ്പൊ ഒരു എലമെന്റ് അവിടുന്ന് പോയി അല്ലേ. ഇനി അടുത്ത സിയിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ ഒരു ആരോ, ഈ ഒരു സംഭവം എന്ത് ചെയ്തു, പോയി. ഒരു ലൈന് മാത്രമാണ് അവിടെ ബാക്കിയാവുന്നത്. അവിടെ നിന്ന് ഡിയിലേക്ക് എത്തുന്ന സമയത്ത് ആ ലൈനും പോവാണ്. ഈ ഒരു ലൈനും എന്ത് ചെയ്യാണ്, ഡിയിലേക്ക് എത്തുമ്പോൾ പോവാണ്. അതിന് ഡിയിൽ നിന്ന് ഇയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യാണ്, ഈ ലെഫ്റ്റിലുള്ള ഈ ഒരു ആരോ പോവാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്താ പോകേണ്ടത്, ഈ ഒരു ഡോട്ടാണ് പോവേണ്ടത്. അപ്പൊ ഡോട്ട് പോയി ഒരു ലൈന് മാത്രമാവണം, ഒരു ഡോട്ട് പോയി ഒരു ലൈന് മാത്രമാവണം. ആ രീതിയിലുള്ള 2 ഓപ്ഷൻസ് ആണുള്ളത്. അത് ഒന്നിക്ക ഓപ്ഷൻ എ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 3 ആണ്. അപ്പൊ ബാക്കിയുള്ളത് അല്ലാന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി പറയാൻ പറ്റും. ഒന്നിക്ക ഓപ്ഷൻ 1 ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നോക്കുക. സോ ആരോ പോകുന്ന ഡിറക്ഷൻ സിസ്റ്റം നോക്കുക. അപ്പൊ ഇവിടെ റൈറ്റിലോട്ടാണ്, അതായത് ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റിലോട്ട് തന്നെയാണ്. ഇവിടെ ഒക്കെ തന്നെ എന്താണ്, അത് അങ്ങനെ തന്നെയാണ്. അതിലെന്ത് ചെയ്യുന്നില്ല, ഓരോ പിക്ചർ വരുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആവേ അങ്ങനെയുള്ള ഒരു ചേഞ്ചും തന്നെ എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മള് 3 നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ആരോ ലെഫ്റ്റിലോട്ടാണ് വരുന്നത്. സോ അത് നമ്മുടെ ആൻസർ ആവുമോ, ഇല്ല. കാരണം എല്ലാത്തിലും ഫസ്റ്റ് ആരോ എന്ന് പറയുന്നത് റൈറ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റിലോട്ട് ഡിറക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു ആൻസർ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ. അടുത്തൊരു ചോദ്യം നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്, നമുക്ക് ആ ഒരു പ്ലസിന്റെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ആ ഒരു പ്ലസിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ആദ്യം പ്ലസ് വന്നത്, നെക്സ്റ്റ് ഇവിടേക്ക് മാറി, നെക്സ്റ്റ് അത് എന്ത് ചെയ്യും, ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലെ, ഇവിടേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇവിടെയാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ വരുന്ന ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആണ് നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഫിഗേഴ്സ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന്റെ ഉള്ളിലായിട്ട് ഒരു സർക്കിൾ ഉണ്ട്. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തു, സ്ക്വയർ ഉള്ളിലായി, സർക്കിൾ പുറത്തായി. മൂന്നാമത്തേലേക്ക് വരുമ്പോൾ വീണ്ടും സ്ക്വയർ പുറത്തായി, സർക്കിൾ ഉള്ളിലായി. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട്, അപ്പോൾ ഫസ്റ്റിൽ ഉണ്ടായിരുന്നത് സ്ക്വയർ, അതിൻ്റെ ഉള്ളിൽ സർക്കിൾ. തേർഡിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സ്ക്വയർ, അതിൻ്റെ ഉള്ളിൽ സർക്കിൾ. പക്ഷെ സെക്കൻഡിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, സ്ക്വയറിന്റെ പുറത്താണ് സർക്കിൾ വരുന്നത്. അപ്പോൾ ഫോർത്തിലും അതേപോലെ തന്നെ ആയിരിക്കും, സ്ക്വയറിന്റെ പുറത്താണ് നമുക്ക് സർക്കിൾ വരിക. അപ്പോൾ സ്ക്വയറിന്റെ പുറത്ത് നമുക്ക് സർക്കിൾ വരണം. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1 നമുക്ക് ആൻസർ ആവോ, സ്ക്വയറിന്റെ പുറത്ത് സർക്കിൾ ഇല്ല. അതുപോലെ തന്നെ ഓപ്ഷൻ 2 നമുക്ക് ആൻസർ ആവോ, അതുമില്ല. ഓപ്ഷൻ 4 നമുക്ക് എന്ത് ചെയ്യില്ല, ആൻസർ ഇല്ല. സോ ആ ഒരു ചെറിയ കാര്യം മാത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അനാലജിയിലേക്ക് കടക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ വെർബൽ അനാലജി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ്, തന്നിരിക്കുന്ന ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് ഒരു റിലേഷൻ ഉണ്ടാവും. അത് നമുക്ക് ഒരു ഹിന്റ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ റിലേഷൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. എന്നിട്ട് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ള രൂപത്തിലാണ് ഒരു ക്ലാസിക് അനാലജി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുള്ളത്, നമുക്ക് നോർമലി ചോദിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് നോക്കാം. തന്നിരിക്കുന്ന ഈ ഒരു ഫിഗർ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ എന്ത് ചേഞ്ച് ആണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് അതേ കാര്യം ഈ സിയിൽ നിന്ന് ഡിയിലോട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ ആൻസർ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ ചെയ്തിട്ടുള്ളത്, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മിഡിൽ ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, താഴോട്ട് ഫോൾഡ് ചെയ്യാണ്, അല്ലെങ്കിൽ മടക്കാണ് ചെയ്തിട്ടുള്ളത് ആണല്ലോ. താഴോട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്യാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ ബിയിൽ വരുന്ന ആ ഒരു ആൻസർ എന്ത് ചെയ്തത്, കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സിയിലുള്ളത് നമുക്ക് എന്താ ചെയ്യാം, ഇതേപോലെ ഇങ്ങനെ സെന്റർ എന്ത് ചെയ്തു, സെന്ററിൽ മടക്കി താഴേക്ക് മടക്കി കൃത്യമായിട്ട് എന്ത് ചെയ്യും, 2 എലമെന്റും താഴേക്കാണ് നമുക്ക് എന്ത് ചെയ്യുക, വരിക. പക്ഷെ ഇവിടെ ഒരു എലമെന്റ് മുകളിലാണ്, ഒരു എലമെന്റ് താഴെയാണ്. സോ ഓപ്ഷൻ എ നമ്മുടെ ആൻസർ ആവില്ല. ഓപ്ഷൻ 2 കുഴപ്പമില്ല, ഓപ്ഷൻ 3യും കുഴപ്പമില്ല. ഓപ്ഷൻ 4 നമുക്ക് ആവാൻ പറ്റില്ല, കാരണം ഒരു എലമെന്റ് മുകളിലാണ്. ഓപ്ഷൻ 5ഉം നമുക്ക് ആവാൻ പറ്റില്ല, കാരണം എന്താണ്, അവിടെ കൃത്യമായിട്ട് ഒരു എലമെന്റ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ട്രയാങ്കിൾ എന്താണ്, മുകളിലാണ് വരുന്നത്. ഇനി ഓപ്ഷൻ 2ഉം അതുപോലെ തന്നെ ഓപ്ഷൻ 3യും, ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെയാണ് നമുക്ക് ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ലൈൻ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ രൂപത്തിൽ വരുന്ന സമയത്ത് നമുക്ക് എന്താ വരിക, നമുക്ക് ഈ ഒരു രൂപത്തിലാണ് അത് എന്ത് ചെയ്യുക, ജസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത്, ഹാഫിൽ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്, 2 അല്ല. ഓപ്ഷൻ 2 എങ്ങനെ വരുന്നത്, ഓപ്ഷൻ 2 ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ ഇങ്ങനെ ആവണമായിരുന്നു. പക്ഷെ ആ ട്രയാങ്കിൾ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇങ്ങനെയാണ് ആ ഒരു ട്രയാങ്കിൾ വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. രണ്ട് പിക്ചർ, അതിലെന്താണ് റിലേഷൻ ഉള്ളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ജസ്റ്റ് ഒന്ന് അപ്സൈഡ് ഡൗൺ ആക്കിയതാണ് അല്ലേ, അതൊന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കിയതാണ് എന്ത് ചെയ്തത് നമുക്ക് ഈ ഒരു പിക്ചർ വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ വരുന്നത്, ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് ഷെയ്ഡഡ് പോർഷൻ വരുന്നത്. ജസ്റ്റ് ഒരു അപ്സൈഡ് ഡൗൺ ആക്കൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് എന്ത് ചെയ്തത് അൺഷെയ്ഡഡ് പോർഷൻ വരുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആൻസറിലും ലെഫ്റ്റ് സൈഡിൽ തന്നെ എന്ത് വരണം, നമുക്ക് അൺഷെയ്ഡഡ് പോർഷൻ വരണം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലാണ് അൺഷെയ്ഡഡ് പോർഷൻ വരുന്നത്, ഇവിടെയും റൈറ്റ് സൈഡിലാണ്. ഇവിടെ പിന്നെ ഈ ഒരു ആംഗിൾ നമുക്ക് ഇവിടെ ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഭാഗം ചെറുങ്ങനെ തുറന്നു വെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത് ഭയങ്കരമായിട്ട് ഒരു 90 ഡിഗ്രി ഒക്കെ ആംഗിൾ ഏകദേശം വരുന്ന രൂപത്തിലാണ്. സോ അതെന്തായാലും നമ്മുടെ ആൻസർ ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ഓപ്ഷൻ 1ഉം അതുപോലെ തന്നെ ഓപ്ഷൻ 2 ആണുള്ളത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവിടെ എങ്ങനെയാണുള്ളത് അതിന്റെ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് രൂപത്തിലാണ് വരുന്നത്. സോ ഇവിടെ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക ആ ഒരു പിക്ചർ വരുന്നുണ്ടായിരിക്കാം. അത് ഓപ്ഷൻ 1ലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അവിടെ ഓപ്ഷൻ 2 ഒന്നും കൂടി താഴേക്കാണ് എന്ത് ചെയ്യുന്നത് അത് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. സോ ഒരു ആൻസർ നമുക്ക് വരില്ല. അപ്പൊ കൃത്യമായിട്ട് ഒന്നിൽ എങ്ങനെയാണോ ആ റീസൺ കൊടുത്തിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലോജിക്ക് കൊടുത്തിട്ടുള്ളത്, അത് വളരെ കൃത്യമായി വാച്ച് ചെയ്ത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആൻസറിലോട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പകർത്തി ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഓഡ് വൺ ഔട്ട് ആണ് വരുന്നത്. അപ്പൊ അതിൽ കൂട്ടത്തിൽ പെടാത്ത ഒരു ടേമിനെ അല്ലെങ്കിൽ ഒരു പിക്ചറിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മനസ്സിലാക്കിയതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇപ്പൊ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 3നും ഒരു കോമൺ ഫീച്ചർ അല്ലെങ്കിൽ ഒരുപോലെ അല്ലെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ആ റിലേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അത് വേഗം ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിൽ ഫോളോ ചെയ്യാത്ത ഒരു ഓപ്ഷൻ ഏതാണോ അത് നിങ്ങൾ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് അവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചൂസ് ദ ഫിഗർ വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഓക്കെ, ബാക്കിയുള്ളതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാന്നുള്ളതാണ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, കുറെ ആരോ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാനുണ്ട്. ഇവിടെ ഈ ഒരു ആരോ മാർക്ക് മുകളിലോട്ട് വന്ന് താഴോട്ട് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ്. ഇവിടെയും രണ്ടും ഓപ്പോസിറ്റ് സൈഡാണ്, ഇവിടെ രണ്ടും സെയിം സൈഡാണ്. ഓക്കെ, ഇവിടെയും രണ്ടും ഓപ്പോസിറ്റ് ആണ്, ഇവിടെയും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ സെയിം സൈഡ് ഓപ്ഷൻ 3ൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ 3 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് അല്ലെങ്കിൽ ഓഡ് വൺ ആയിട്ട് എന്ത് ചെയ്യുക അവിടെ വരുന്നുണ്ടായിരിക്കാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ചൂസ് ദ ഫിഗർ വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. അപ്പൊ കൃത്യമായിട്ട് നോക്കുക, ആദ്യം ആരോ മാർക്ക് താഴെ വന്നു, പിന്നെ ഒരു 90 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് തിരിയാണ് അല്ലെ, അങ്ങനെ റൈറ്റിലോട്ട് തിരിയാണ്. അപ്പൊ പിന്നെ ലെഫ്റ്റിലോട്ട്, പിന്നെ എന്ത് ചെയ്തു ജസ്റ്റ് മുകളിലോട്ട്, വീണ്ടും റൈറ്റിലോട്ട്. അപ്പൊ അടുത്ത് ഇനി താഴോട്ടാണ് വരേണ്ടത് അല്ലെ. അപ്പൊ റൈറ്റിലോട്ട് വന്നു, ഇനി അടുത്ത് താഴോട്ടായിരുന്നു വരേണ്ടത്. പക്ഷേ ഓപ്ഷൻ 5ൽ എങ്ങനെയാണ് പിന്നെ മുകളിലോട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് അത് നമുക്ക് എന്താണ് അവിടെ ഓഡ് വൺ ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ഇനിയാണ് ലാസ്റ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, എംബഡഡ് ഫിഗർ. അപ്പൊ എംബഡഡ് ഫിഗർ ഒരു എക്സാമ്പിളിന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് എക്സ് വരുന്നത്, ഒരു ട്രയാങ്കിൾ, അതിന്റെ ചോടയായിട്ട് ഒരു ലൈൻ അല്ലെ, ഒരു ജസ്റ്റ് ഒരു ആരോ പോലെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഒരു ട്രയാങ്കിൾ, ജസ്റ്റ് അതിന് താഴെയായിട്ട് ഒരു ലൈൻ. അപ്പൊ ഇതേപോലെ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യും അതേ പിക്ചർ ഒളിഞ്ഞെടുക്കുന്നുണ്ടോ, അതായത് ഈ ഒരു പിക്ചർ കൃത്യമായിട്ട് ഏതോ ഒരു ഓപ്ഷനിൽ ഒളിഞ്ഞെടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത് ഏത് ഓപ്ഷൻ ആണെന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ജസ്റ്റ് ഓരോ ഓപ്ഷൻ എന്ത് ചെയ്യുക ജസ്റ്റ് വാച്ച് ചെയ്യാം. ഇവിടെ എങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, പക്ഷേ ഇങ്ങനെ ഒരു ലൈന്, പക്ഷെ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ട്രയാങ്കിളിന്റെ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ലൈന് വേണ്ടത്. സോ അത് നമുക്ക് കൃത്യമായിട്ട് വരുന്നത് ഓപ്ഷൻ സി അല്ലേ. ഇവിടെ നോക്കടാ, കൃത്യമായിട്ട് ഒരു ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ വന്നു, അതിന് താഴെയായിട്ട് ഒരു ലൈൻ വന്നു. സോ ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ് നമുക്ക് എന്ത് ചെയ്യുക അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഈ രൂപത്തില് ഒരു മിനിമൽ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ 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 എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ അതേ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കാം, പിക്ചർ നോക്കുക. യെസ്, രണ്ട് ചെറിയ ട്രയാങ്കിൾസ് ആണ്. സോ ഇതേത് ഓപ്ഷനിലാണ് വരുന്നത്, ഓപ്ഷൻ 2ലാണ്. നോക്കാം, നമ്മൾ ഇങ്ങനെ വരച്ചു, രണ്ടാമത്തെ ആ താഴെയുള്ള ട്രയാങ്കിൾ ഇങ്ങനെയും വന്നു. സോ ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്, ഓപ്ഷൻ 2. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ജസ്റ്റ് രണ്ട് ലൈന് പിന്നെ ഒരു ആംഗിൾ പോലെയൊക്കെയാണല്ലേ അത് തോന്നിപ്പിക്കുന്നത്. അതേതായിരിക്കും, നമുക്ക് ഓപ്ഷൻ 4 ആയിരിക്കും അല്ലേ. ഇവിടെ ജസ്റ്റ് രണ്ട് ലൈൻ വന്നു, അതിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ പോലെ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 4 ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇതാണ് എംബഡഡ് ഫിഗർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നത്. അപ്പോൾ ടോപ്പിക് നെയിം നിങ്ങൾ അങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല, പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിക്കും. ഒരു പിക്ചർ തന്നിട്ട് ഇത് ഏത് ഓപ്ഷനിലാണുള്ളത്. മുൻ വർഷങ്ങളിലൊക്കെ NMS ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് PYQ നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ NMS വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം പരിചയപ്പെടാം. അപ്പോൾ ഇതൊരു അനാലജി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ട് 2 ഡോട്ട്, ഇവിടെ 1 ഡോട്ടാണ്, ഇവിടെ 2 ഡോട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ 3ന് ഓപ്പോസിറ്റ് ആയിട്ട് എത്ര ഡോട്ട് ഉണ്ടാവും? 6 ഡോട്ട് ഉണ്ടാവും. 1ന് അതിന്റെ ഇരട്ടിയായിട്ട് 2 ഡോട്ട്, 3ന് ഇരട്ടിയായിട്ട് 6 ഡോട്ട് ഉണ്ടായിരിക്കും. സോ ആൻസർ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ ഡി, 6 ഡോട്ട് എന്നുള്ളതാണ് ആൻസർ വരിക. അടുത്തൊരു ചോദ്യം നോക്കാം. 2 ആരോ മാർക്ക് താഴേക്ക് വന്നു, 2 ആരോ മാർക്ക് മുകളിലോട്ട് വന്നു. അപ്പൊ 2 ആരോ മാർക്ക് റൈറ്റിലോട്ട് വന്നു, അങ്ങനെയാണെങ്കിൽ 2 ആരോ മാർക്ക് എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് വരും. സിമ്പിൾ. 2 ആരോ മാർക്ക് ലെഫ്റ്റിലോട്ട് വരും. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. സർക്കിള്, ട്രയാങ്കിള്. അപ്പൊ എല്ലാ ഓപ്ഷനിലും സർക്കിളും അതുപോലെ തന്നെ ട്രയാങ്കിളും ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ അതിന്റെ എന്ത് കൈൻഡ് ഓഫ് റൊട്ടേഷൻ ആണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഇവിടെ സർക്കിൾ നോക്കുക. ഇവിടെ ഉണ്ടായിരുന്ന സർക്കിള് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇങ്ങോട്ടേക്ക് എത്തി. അതായത് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സർക്കിള് ഇങ്ങോട്ടേക്ക് എത്തി. അപ്പോ ഇവിടെ ഉണ്ടായിരുന്ന സർക്കിൾ എന്ത് ചെയ്യും? എവിടേക്ക് എത്തും? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടേക്ക് എത്തും. ഓക്കെ, ഇനി ട്രയാങ്കിളിന്റെ കേസിൽ നോക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ട്രയാങ്കിള് എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്ന ട്രയാങ്കിള് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇങ്ങോട്ടേക്ക് മാറി അല്ലേ? ഇവിടെ നോക്കാം, ഇവിടേക്ക് മാറി. ഇവിടെ ഉണ്ടായിരുന്ന ട്രയാങ്കിൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു പൊസിഷനിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ട്രയാങ്കിൾ എന്ത് ചെയ്യും? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള താഴോട്ട് വരും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് ഇവിടെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താൻ, അല്ലെങ്കിൽ ഓഡ് വൺ ആണ്. അപ്പോ ഇവിടെ ഏത് ഓഡ് വണ്ണിന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് നോക്കിയാൽ തന്നെ ആൻസർ പറയാൻ പറ്റും. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇത് നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ എന്താണ്? ഒരു സർക്കിളിന്റെ പോർഷൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ സർക്കിൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇവിടെ ഇതിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഒരു സ്ക്വയർ വരുന്നത്. ബാക്കിയൊക്കെ ക്വാർട്ടർ സർക്കിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മേക്ക് ചെയ്തിട്ടുള്ളത്. ആ രൂപത്തിൽ നമുക്ക് ഓപ്ഷൻ സി ഒരു ഓഡ് വൺ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം. എഫ്, ഇസഡ്, ഇ അതുപോലെ തന്നെ എൻ. ഇവിടെ നമുക്ക് പല രൂപത്തിൽ ആൻസർ ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എഫ് എന്ന് പറയുന്നത് 6ാമത്തെ ലെറ്റർ ആണ്, ഇസഡ് 26ാമത്തെ ലെറ്റർ ആണ്, ഇ എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ ആണ്, എൻ 14ാമത്തെ ലെറ്റർ ആണ്. ഇവിടെ 6 ആണെങ്കിലും 26 ആണെങ്കിലും 14 ആണെങ്കിലും ഒക്കെ എന്താണ്? ഈവൺ നമ്പേഴ്സ് ആണ്. ഇവിടെ 5 മാത്രമാണ് ഓഡ് നമ്പർ ആയിട്ട് വരുന്നത്. ആ രൂപത്തിൽ നമുക്ക് ഇ ആണ് ഇവിടെ എന്ത്? ഓഡ് വൺ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അതല്ലാതെ വേറൊരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് നോക്കാം. എഫ് എഴുതാൻ വേണ്ടിയിട്ട് എത്ര ലൈൻ യൂസ് ചെയ്യണം? 1 2 3 ലൈൻ. ഇസഡ് ആണെങ്കിലോ 1 2 3 3 ലൈൻ. എൻ ആണെങ്കിലോ 1 2 3 ലൈൻ. ഇ ആണെങ്കിൽ 1 2 3 4 ലൈൻ. അപ്പൊ ഇത് മൂന്നും നമുക്ക് 3 ലൈൻ വരച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇ ആണെങ്കിൽ നമുക്ക് 4 ലൈൻ എന്ത് ചെയ്യാൻ വേണ്ടി വരും? യൂസ് ചെയ്യേണ്ടി വരും. സോ ആ രൂപത്തിൽ അതൊരു ഓഡ് വൺ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു അനാലജി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് കൃത്യമായിട്ട് ഇത് വാച്ച് ചെയ്യുക എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ഡോട്ട് വരുന്നുണ്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് 5 ഡോട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ഡോട്ട് വന്നു, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എത്ര വരുന്നത്? 4 ഡോട്ടാണ് വരുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കടാ, 1ൽ നിന്ന് 3ലോട്ട് വന്നു, 1ൽ നിന്ന് 3ലോട്ട് വന്നു. ഇവിടെ മുകളിൽ 1 ഡോട്ട് ഉണ്ടായിരുന്നത് 3 ഡോട്ടായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, 5 ഡോട്ടുള്ളത് എത്ര ഡോട്ടായിട്ട് മാറും? 7 ഡോട്ടായിട്ട് മാറും. അപ്പൊ ഇവിടെ 7 ഡോട്ടുള്ളത് ഓപ്ഷൻ എയിലും 7 ഡോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയിലും മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? 7 ഡോട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഉണ്ടായിരുന്നത് 1 കുറഞ്ഞിട്ട് 4 ആയി. ഇവിടെ എന്ത് ചെയ്യും? 3 ഉള്ളത് 1 കുറഞ്ഞിട്ട് 2 ആവും. അപ്പൊ 7ഉം 2ഉം വരണം. ആ രീതിയിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമുക്ക് എ ആണ് വരിക. കൃത്യമായിട്ട് നോക്കുക, ഇവിടെ നമുക്ക് 7 എണ്ണം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 എണ്ണമാണ് വരുന്നത്. അപ്പൊ 7ഉം 2ഉം എന്നുള്ള രൂപത്തിൽ നമുക്ക് ഏത് ഓപ്ഷൻ ആണ് വരിക? ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്ത ചോദ്യമാണ്. ഈ ഒരു ഫിഗർ എന്ത് ചെയ്യണം? അതിന്റെ ഒരു റിലേഷൻ ആയിട്ട് വരുമ്പോൾ അത് ജസ്റ്റ് ഇരട്ടിക്കാണ് അല്ലെ? ഇങ്ങനെ ഉണ്ടായിരുന്നത് ഒന്നും കൂടി വരികയാണ്. അങ്ങനെയാണ് നമുക്ക് അതിന്റെ റിലേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു വി പോലെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അതൊന്നും കൂടി ഇരട്ടിച്ച് അതൊരു ഡബ്ല്യു പോലെയാവും. സോ സിമ്പിൾ, ഓപ്ഷൻ എ ആണ് നമുക്ക് എന്ത് ചെയ്യുക? റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു എംബഡഡ് ഫിഗർ അല്ലെ? എംബഡഡ് ഫിഗർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ ഒരു ലൈനും കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫിഗർ ഏത് ഓപ്ഷനിലാണ് ഉള്ളത് എന്നാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കുക, ഇങ്ങനെ ഒരു എല്ല് പോലെ, പിന്നെ ഒരു ലൈന്, പിന്നെ ഒരു ട്രയാങ്കിൾ പോലെ. അപ്പോൾ അത് ഓപ്ഷൻ സി ആണ് അല്ലെ? നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് വരക്കാൻ വേണ്ടി പറ്റും. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് ചെയ്യുക? അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പാറ്റേൺ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഉള്ള ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ എന്ത് ചെയ്യാണ്? നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ എന്താ വരിക? നമുക്ക് ഇങ്ങനെ ഒരു ലൈനാണ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ജസ്റ്റ് വരക്കാം.
നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു പാറ്റേൺ എന്ത് ചെയ്യുക നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടാവുക. സോ ഈ ഒരു രീതിയിൽ വരുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളതാ ഓപ്ഷൻ ബി ആണ്. കൃത്യമായിട്ട് നോക്കുക, ഇവിടെ ഈ ഒരു കോർണറിൽ എന്ത് ചെയ്യണം, അത് എൻഡ് ചെയ്യണം. കാരണം എന്താ, ഇവിടെ അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ എന്തായാലും അല്ല, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡിയിൽ ഇവിടെ ഇത് ഇങ്ങനെ വരണമായിരുന്നു, എന്നാൽ നമുക്കത് ആൻസർ മാർക്ക് ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെയല്ല വന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി മാത്രമാണ് കൃത്യമായിട്ട് ആ കോർണറിലോട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ലൈന് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവസാന ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കൃത്യമായിട്ട് നോക്കുക, ഉത്തരചിത്രം ഏതാണ് അല്ലെങ്കിൽ ആൻസർ ഏതാണ് വരിക എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും കൂടുതൽ സെഷൻസുമായിട്ട് കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.